السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله. أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة. فتح المعين وألفية സബക്കിലെ ബഹുമാനികളെ പ്രത്യേകിച്ച് ആദരപൂർവ്വം കാണുന്നു. സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, മറ്റ് നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ, വേണ്ടപ്പെട്ടവർ, നാം കഴിഞ്ഞ ദിവസവും ഒക്കെ വുളുഇന്റെ സുന്നത്തുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തു വന്നത്. അതില് ഇനി നമുക്ക് എടുക്കാനുള്ളതും മനസ്സിലാക്കാനുള്ളതും വശുർബുഹു മിൻ ഫദ്ലി വുളുഇഹി, അവിടെ നിന്നോട്ടാണ്. അതായത് വുളുഇന്റെ വെള്ളം, ആ വുളുഇന്റെ വെള്ളത്തിൽ നിന്നും ശിഷ്ടം വന്നതിനെ ലേശം കുടിക്കൽ സുന്നത്തുണ്ട്, മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ജമനയിൽ നിന്നാണ്, അതല്ലെങ്കിൽ പൈപ്പ് തിരിച്ചിട്ടാണ്. അപ്പൊ വുളുഇന് വേണ്ടി എടുത്തിട്ടില്ല. വുളു എന്ന് പറഞ്ഞാൽ വുളു ചെയ്യാൻ വേണ്ടി വെച്ച വെള്ളം എന്നാണ്. വുളു എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയാണ്. അപ്പോ ഇസ്മുൽ മാഅല്ലദി യതവല്ലു ബി, അതിനാണ് വുളു എന്ന് പറയാം. അപ്പൊ വുളു എന്ന് പറഞ്ഞ പദം കൊണ്ട് തന്നെ മനസ്സിലാക്കണം, ആ വുളു എടുക്കാൻ വേണ്ടി നാം ഉപയോഗിച്ച വെള്ളം. ഒരു ജവനയിലാണെങ്കിൽ തലതടവിൽ കാലെഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്പം ബാക്കി ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് കുറച്ച്. അതല്ല പൈപ്പിൽ നിന്നാണെങ്കിൽ വുളു ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കഴിഞ്ഞോട് കൂടെ ആ ലേശം വെള്ളം അങ്ങനെ കുടിക്കുക. അപ്പോ ആ വുളുഇന്റെ ശിഷ്ടം വരുന്ന വെള്ളം കുടിക്കൽ സുന്നത്ത് ഉണ്ട് എന്നർത്ഥം. ഇത് ഇപ്പോ ഒരു വലിയ ഒരു ചർച്ചയായിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ദിവനം പ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. വുളുഇന്റെ ബാക്കിയുള്ള വെള്ളം കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. കുളിക്കുക എന്നതിനെ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു ഇബാറത്ത് കൊണ്ട് ഫിഖ്ഹ് നമുക്കത് വിശദീകരിച്ചിട്ട് ഇല്ല. എന്നാൽ കുളിക്കാൻ പറ്റുമോ? കുളിക്കാം. എന്നാൽ അതുകൊണ്ട് അശുദ്ധി ഉയരുമോ? ഒരു നിലക്കും ഉയരുകയില്ല. അത് മുസ്തഅമലായ വെള്ളമാണ്. 2 കൊല്ലത്തിൽ കൂടുതലായിട്ട് വരുമ്പോൾ മാത്രമേ ആ ഹുക്മ് അവിടെ വരികയുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെയും അത് ശുദ്ധീകരണത്തിന് പറ്റുകയില്ല. എന്നാൽ അത് പാർന്നത് കൊണ്ട് നജസാവുകയും ഇല്ല. അതും കൂടി മനസ്സിലാക്കാനുണ്ട്. അപ്പോ ഇവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ളത്, ഹദീസ് ഷരീഫിന്റെ ലക്ഷ്യം പോലെ കൊണ്ടാണ് ഈ ഭാഗം നമുക്ക് പാഠം നൽകുന്നത്. നോക്കൂ. അപ്പൊ ഷുർബുഹു മിൻ ഫദ്ലി വുളുഇഹി, മുതവല്ലിന്റെ വുളുഇന്റെ വെള്ളത്തിൽ നിന്നും ശിഷ്ടം വന്നതിൽ നിന്ന് കുറച്ച് കുടിക്കൽ സുന്നത്താണ്. ഇങ്ങനെ കുടിക്കാൻ സുന്നത്താണ് എന്നതിനുള്ള ലക്ഷ്യം എന്താണ്? ഖബരി, ഹദീസ് ഉണ്ട്. എന്താണ്? ഇന്ന ഫീഹി ഷിഫാഉൻ, ആ ഷുറുബിൽ എന്തുണ്ട്? ഷിഫാ ഉണ്ട്. ആ ഫദ്ലില്, ആ വുളുഇന്റെ ശിഷ്ടം വരുന്ന വെള്ളത്തിൽ എന്തുണ്ട്? ഷിഫാ ഉണ്ട്. എന്തിനെ തൊട്ട് ഷിഫാ ഉണ്ട്? മിൻ കുല്ലി ദാഇൻ, ഓരോ രോഗത്തെ തൊട്ടും. അപ്പൊ ഒരു രോഗം എന്നുള്ളതല്ല, ഏത് രോഗമാണെങ്കിലും ആ രോഗത്തിനൊക്കെ അതിൽ ഷിഫയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കണം, രോഗശമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം മരുന്നുകൊണ്ട് കുളിക്കാറുണ്ടോ? ഇല്ല. അവിടെ ചെയ്യാറെന്താണ്? കുടിക്കലാണ്. അല്ലെ ഇഞ്ചക്ഷൻ ആകുമ്പോൾ ചെറിയൊരു മരുന്നാണ്, അല്ലെങ്കിൽ കുടിക്കുന്ന മരുന്നാണെങ്കിൽ ചെറിയ ഒരു 2 മില്ലി, 5 മില്ലി, 10 മില്ലി, ഇങ്ങനെയൊക്കെയല്ലേ. അപ്പൊ കുടിക്കുക എന്ന് തന്നെയാണ് ഇവിടെയും ഹദീസ് നമുക്ക് പാഠം നൽകിയിട്ടുള്ളത്. അങ്ങനെയാണ്. അപ്പൊ ആ കുടിക്കൽ ഒരു മരുന്നിന്റെ സ്ഥാനത്തായിട്ട് നമുക്ക് കാണാം. കാരണം എന്തുകൊണ്ടാണ്? ഇന്ന ഫീഹി ശിഫാഉൻ ലികുല്ലി ദാഇൻ. അപ്പൊ അത് എടുക്കലും തെറ്റുള്ള കാര്യമല്ല. പിന്നെ പൊതുവായിട്ട് അത് എടുത്തു വെക്കൂ, അതുകൊണ്ട് കുളിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളതായ ഒരു പ്രത്യേകമായ ഒരു മസ്അല പ്രതിപാദിക്കുന്ന രീതി നമുക്ക് ഷറഹിൽ വരെ കാണാനും ഇല്ല. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിനെ എതിർക്കപ്പെട്ട് അതൊരു വലിയൊരു തെറ്റായിട്ട് ഗണിക്കപ്പെടേണ്ട ആവശ്യവും ഇല്ല. അത്രയേ ഉള്ളൂ അതിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഷുർബ് ഏതാണ്? അത് സുന്നത്തുള്ള കാര്യമാണ് എന്നത് വളരെ വ്യക്തമാണ്. അങ്ങനെയാണ് അത് ചെയ്യേണ്ടതും. മറ്റുള്ള പോലെയല്ല. നമുക്കറിയാം, പിന്നെ അങ്ങനെ ആ വെള്ളത്തിന് ബർക്കത്തുണ്ട് എന്നും മറ്റുമൊക്കെ നമുക്ക് പല ചരിത്രങ്ങളിലൂടെയും അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, റാബിയത്തുൽ അദബിയ എന്ന് പറയുന്ന മഹദിയുടെ വീടിന്റെ മുമ്പില് ഒരു ചെറിയ ചാലുണ്ടായിരുന്നു എന്നാണ്. അപ്പോ ഒളു ചെയ്ത വെള്ളം ആ ചാലിലൂടെയാണ് ഒഴുകിപ്പോയിരുന്നത്. അവരുടെ വീടിന്റെ അടുത്ത് ഒരു ഹാൻഡിക്കേപ്ഡ് ആയിട്ടുള്ള ഒരു കാലിന് മുടന്തുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടിന്റെ ചികിത്സയിലൊക്കെ പരാജയപ്പെട്ടിട്ട് അവര് അങ്ങനെ വിഷമത്തിലാണ്. ഒരു തവണ ഈ കുട്ടി ഇങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോ ഈ ചാലില് വീണു. അങ്ങനെ കുട്ടീനെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നപ്പോ നേരെ കാലൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വുളുഇന്റെ വെള്ളത്തിലാണ്
വീടിന്റെ ബർക്കത്താണ് അത് രണ്ടും മനസ്സിലാക്കണം. നമ്മൾ വുളു ചെയ്ത വെള്ളമുണ്ട്, റാബിത്തുൽ അദ്ബി വുളു ചെയ്ത വെള്ളമുണ്ട്, പ്രവാചകൻ വുളു ചെയ്ത വെള്ളത്തിന് വേണ്ടി സഹാബത്ത് തിക്കും തിരക്കും കൂട്ടിയിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിലൊക്കെ പ്രത്യേകതകളുണ്ട്. അതറിയണമെങ്കിൽ അതറിയുന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കണം. അല്ലാതെ ഇന്നയോ എന്തോ ഒരു ചെറിയ ഒരു ബുലൂഗുൽ മറാമിന്റെ ഹദീസ് എന്തോ കേട്ടിട്ട് ഞാനും അതുപോലെയാണ് എന്ന് ഗണിക്കുമ്പോൾ അത് തക്കബുറാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കാനും കഴിയില്ല. അങ്ങനെയാണ് അതിന്റെ വിഷയമെന്ന് വീണ്ടും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതിൽ ഫضലുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്നത് നമുക്ക് തിരിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് ചരിത്രങ്ങളിലൂടെ പോയാല്. പക്ഷെ ഒരു ഹുക്കും ഒരു മസല പ്രതിപാദിക്കുമ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ കിതാബിന്റെ രേഖാമൂലം നമുക്ക് പറയണല്ലോ. അങ്ങനെ ഒരു വസ്തുത കാണാനില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ തെറ്റുമില്ല ഇൻഷാ അല്ലാഹ്. അപ്പോ വശുറുബുഹു മിൻ ഫളി വളുഹി, മുത്തവല്ലിന്റെ വുളുവിന്റെ വെള്ളത്തിൽ നിന്നുള്ള ശിഷ്ടത്തിൽ നിന്ന് കുടിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞ് ലിഖബരി ഇന്ന ഫീഹി ശിഫാഉൻ മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിനും ശിഫുണ്ട്. എല്ലാ രോഗത്തിനും ശിഫുണ്ട്. അതാണ് ഇപ്പൊ ഇന്നലെ എവിടെ ചോദിച്ചു ഇങ്ങനെ, പിന്നെ അതാവുമ്പോൾ കരിമ്പിനടിക്കൂലേ? അതൊക്കെ ഒരു എന്താ പറയാ, ഒരു ഭൗതിക ചോദ്യമാണ് എന്നല്ലാതെ ഒരു വുളു എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ വരുന്ന ചോദ്യത്തിന്റെ ഭാഗത്ത് അതിനെ കാണേണ്ടതില്ല എന്നും കൂടി മനസ്സിലാക്കണം. ഒന്നുകൂടി പോട്ടെ. വയുസന്നു റഷ് ഇസാരിഹി ബിഹി, വയുസന്നു റഷു ഇസാരിഹി, മുത്തവല്ലിന്റെ ആ പിന്നെ അരയുടുപ്പ്, ആ തുണി ഉണ്ടല്ലോ, മുണ്ട്, ആ മുണ്ടിനെ തെറിക്കൽ എന്താണ്? സുന്നത്താണ്. ബിഹി ഈ ഫضല്, പിന്നെ വുളുവിന്റെ ഫضലുള്ള വെള്ളം കൊണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് വുളു ചെയ്യുകയാണെങ്കിൽ ആ ഫ്രണ്ട് ഭാഗത്തേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ തെറിപ്പിക്കൽ സുന്നത്താണ്. കാരണം എന്തുകൊണ്ട്? വല്ല കദൂറാത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്ന് അതുകൊണ്ട് ക്ഷമിക്കും, എന്തിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ആ തെറിപ്പിക്കൽ ഏതാണ്? സുന്നത്താണ്. വൈസന്നു ഷുർബു എന്ന് പറഞ്ഞിട്ട് വൈസന്നു ഇസാറു, അതായത് പിന്നെ ഇസാറ്. അപ്പൊ ഒരാൾ ഇസാറല്ല, അതായത് ഇസാർ എന്ന് പറഞ്ഞാല് പിന്നെ അരയുടുപ്പാണ്. ഇനി അതല്ല, ഒരാൾ എടുത്തിരിക്കുന്നതാണ് സറാവില്, സെറുവാലാണ്. സെറുവാൽ എന്ന് പറഞ്ഞാൽ പാൻസ് അല്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പാൻസ് ഇടല് നമുക്ക് അതിന്റെ പിന്നെ വ്യക്തമായ പാഠം നമുക്ക് ചോദിച്ചൊക്കെ കാണാം. സെറുവാല് പ്രവാചകൻ അടിച്ചു വെച്ചിട്ടുണ്ട്, ഇട്ടിട്ടില്ല. ഇബ്രാഹിം നബി ധരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് റൂഹുൽ ബയാൻ പോലുള്ള തഫ്സീറുകളിലൂടെ കാണാൻ സാധിക്കും. അപ്പൊ ചിന്തിക്കുക. അപ്പോ ഇസാറിനെ ഒന്ന് തെറിപ്പിക്കല. അപ്പൊ ഇസാറല്ല, ഒരാൾ ഇട്ടിക്കുന്നത് എന്താണ്? സിർവാലാണ്. അപ്പൊ അതാണെങ്കിലും കുഴപ്പമില്ല, അതും ഇതിൽപ്പെട്ട തന്നെയാണ്. ഇനി ഇസാറേ ഉള്ളൂ, അത് കൊടാനായിട്ട് പാന്റ് തയ്ച്ച് കഴിച്ചിട്ട് പിന്നെ ഒരു തുണി എടുത്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. ഇതാരബി എപ്പോൾ ഇൻ തൂഹിമ ഹുസൂലു മുഖദ്ദറിൽ ലഹു, എപ്പോഴെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു മ്ലേച്ഛത ഉണ്ടോ ഇല്ലേ എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. തൂഹിമ ഒരു തെറ്റിദ്ധാരണക്കുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ, എന്ത്? തൂഹിമ ഹുസൂല് മുഖദ്ദറിൻ, മ്ലേച്ഛമായ ഒരു വസ്തു അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ, ലഹു ആ മുത്തവല്ലിനിക്ക് അങ്ങനെ ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞത് മനസ്സിലാക്കണം. കമസ്തദഹറഹു ഷെയ്ഖുന ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി കാര്യം വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തിൽ നമുക്ക് പാഠം നൽകിയത് അങ്ങനെയുമാണ് എന്ന് മനസ്സിലാക്കുക. വ അലൈഹി, ഈ തുഹുമ ഉണ്ടായാലാണ് വേണ്ടത് എന്നതിന്റെ മേൽ യുഹമ്മലു ചുമത്തപ്പെടും. എന്ത്? റഷുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രിയപ്പെട്ട പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റഷ്, ആ തെറിപ്പിക്കൽ, ലി ഇസാരിഹി, പ്രവാചകന്റെ ഇസാറിനെ, ബിഹി ഈ വെള്ളം കൊണ്ട്. മനസ്സിലായില്ലേ? അതാ. അപ്പൊ അങ്ങനെ പ്രവാചകൻ ചെയ്തു എന്നതിന് ഈ പറയപ്പെട്ട സ്ഥലത്തേക്കാണ് ചുമത്തേണ്ടത്. അടുത്തത് വറകഅതാനി ബഅദൽ വുളൂഇ, വുളൂഇന്റെ ശേഷം 2 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അതെങ്ങനെ? ഐ ബിഹൈസു തുൻസബാനി ഇലൈഹി, ആ വുളുവിന്റെ ശേഷം എന്ന് ചേർക്കപ്പെടാൻ പറ്റുന്ന ഹൈഫിയത്തിലായിട്ട് 2 റകഅത്ത്. അതായത് വുളു കഴിഞ്ഞു, പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു, പിന്നെ 2-3 വർത്താനൊക്കെ പറഞ്ഞു, അപ്പോഴേക്കിനെ ഇവിടെ കുറച്ച് ഗ്രൂപ്പീസ് ഒക്കെ കേട്ട് അതിലൊക്കെ കൂടി, അതിന് ശേഷമല്ല. ഇത് ആ വുളു കഴിഞ്ഞാൽ ഉടനെ തന്നെ പള്ളിയിൽ കയറുന്നു, 2 റകഅത്ത് നിസ്കരിക്കുന്നു. അപ്പൊ നമ്മൾ പള്ളിയിൽ കയറുന്ന സമയത്ത് വുളുവിന്റെ 2 റകഅത്തുണ്ട്, തഹയ്യത്തിന്റെ 2 റകഅത്തുണ്ട്. അപ്പോ അവിടെ നമുക്ക് ഏറ്റവും നല്ലത് സമയം ഉണ്ടെങ്കിൽ ളുഹറിന് വേണ്ടി കയറി, അപ്പൊ ആദ്യം വുളുവിന്റെ തഹയ്യത്ത് 2 റകഅത്ത്, പിന്നെ വുളുവിന്റെ 2 റകഅത്ത്, പിന്നെ റവാത്തിബായ 4 റകഅത്ത്. അപ്പൊ 8 റകഅത്താണ് നിസ്കരിക്കാനുള്ള ടൈമും കിട്ടി. അപ്പോഴേക്കും ഇഖാമത്ത് കൊടുക്കാനായി നിസ്കരിച്ച് നല്ല റാഹത്തായിട്ട് ഇറങ്ങുകയും ചെയ്യാം. അല്ല, ഇനി ഒരാൾക്ക് 2 റകഅത്ത് മതിയാക്കാനാണെങ്കിൽ അപ്പോൾ വുളുവിന്റെ 2 റകഅത്തും തഹയ്യത്തിന്റെ 2 റകഅത്തും ഒരുമിച്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഈ 2 പറ്റൂ, അതിനപ്പുറത്തേക്ക് പറ്റില്ല എന്നും മനസ്സിലാക്കണം. അത് ഷറഹുൽ മുഹദ്ദബ് പോലുള്ള കിതാബിൽ അത് വിശദീകരിക്കുന്നുണ്ട്. തുൻസബാനിലേഹി, അപ്പോൾ വുളു ബാദിയത്തിലേക്ക് ചേർക്കപ്പെടുന്ന ഹൈസിയത്തിൽ എന്നർത്ഥം. വുളുവിന്റെ ശേഷം എന്നതിനെ കുറിച്ച് പറയാൻ പറ്റും ആ നിലക്കാണ്. അതായത് ഉറുഫൻ, സാധാരണഗതിയിൽ, സാധാരണ നമുക്കറിയാലോ, അത് ബാദിയത്തിലേക്ക് അതിന്റെ ശേഷം എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥ.
അതിനാണ് വുളു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ശേഷം എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയപ്പെടാണ് കൂടുതൽ ഫസ്റ്റിൽ വരാതിരിക്കുമ്പോൾ, ടൈം ദീർഘിപ്പിക്കാതിരിക്കുമ്പോൾ. അപ്പൊ പിന്നെ ചിന്തിക്കണം, ഫത്തു ഫൗത്താനി, ആ രണ്ടരക്കാലത്തിന്റെ ശ്രേഷ്ഠത ഫൗത്തായി പോകും. എങ്ങനെ ഫൗത്തായി പോകുമ്പോൾ തൂലിൽ ഫസിലി, സമയം ദീർഘിക്കലുകൊണ്ട്. അതും ഉറഫാണ്, സമയം ദീർഘിച്ചില്ല, ഇത് രണ്ടും കണക്കാക്കലാണ് സാധാരണഗതിയിൽ നമുക്കറിയാൻ കഴിയും. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് കടയിൽ ചെന്നു, അവിടെ 2-3 ആൾക്കാർ സാധനം പേടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 2 മിനിറ്റ് കടന്നു, കുഴപ്പമില്ല. ഇനി അവിടെ എത്രയാണ് നിന്നത്, ഒരു 15-20 മിനിറ്റ് നമ്മൾ നിർത്തിയതൊക്കെ കഴിയാൻ പറ്റും. അപ്പൊ എന്താ സാധാരണഗതിയിൽ അത് നീണ്ടു എന്ന് പറയും. അങ്ങനെയാണ്. അരലൗജിഹി, പ്രബലമായ അഭിപ്രായ പ്രകാരം. വഅൻദ ബഅദിഹി, ചില ആളുകളുടെ അടുക്കൽ ആ രണ്ടരക്കാലത്ത് ഫൗത്താണ് എപ്പോഴാണ്. അപ്പൊ രണ്ടരക്കാലത്തിന്റെ പ്രത്യേകത കൊണ്ടാണല്ലോ ഈ ഹദീസ് ഇങ്ങനെ ഇത്രത്തോളം പറഞ്ഞിരുന്നത്. ബിൽ ഇറാദി, തിരിഞ്ഞു കളയലുകൊണ്ട് വെച്ചാൽ അത് നിസ്കരിക്കണം എന്നുള്ള ചിന്തയില്ല. ആലോചിച്ച് നോക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക, അല്ലെ? അപ്പോഴല്ലേ നമ്മൾ ആ നമ്മൾ ആ പഠിച്ചതും മനസ്സിലാക്കിയതും ഒന്ന് പ്രായോഗികമാക്കിയെന്ന് വരുള്ളൂ. അങ്ങനെ ഒരു 21 ദിവസങ്ങൾ ചെയ്താൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കാണ് നമുക്ക് ചെയ്യാനും കഴിയും. അപ്പോ ഇന്ത ബാദിഹിം, ഫുഖഹായിൽ നിന്ന് ചിലരുടെ അടുക്കല് ബിൽ ഇറാദി, തിരിഞ്ഞു കളയൽ കൊണ്ട് അത് ഫൗത്താവും. ഇന്ത ബാദിന്റെ അടുക്കൽ ഫൗത്താണ് എപ്പോഴാണ് തിരിഞ്ഞളച്ച്. തിരിഞ്ഞളയെന്ന് പറഞ്ഞാൽ അത് ഞാൻ നിസ്കരിക്കുന്നില്ല എന്നുള്ള മനസ്സ് വന്നു എന്നർത്ഥം, അത്ര മതി. അപ്പൊ സമയദൈർഘ്യമോ സമയം എളുപ്പമായോ ഒന്നും അവിടെ നോക്കേണ്ടതില്ല. ചില ഫുഖഹാന്റെ അടുക്കൽ വന്ന അഭിപ്രായം ആ രണ്ടരക്കാലത്ത് ഫൗത്താന്ന് ബി ജഫാഫിൽ ആദായി, അംഗങ്ങളിലുള്ള വുളുവിന്റെ വെള്ളം ഉണങ്ങി അപ്പൊ കഴിഞ്ഞു എന്നാണ്. വക്കീല, ഒരു അഭിപ്രായം വന്നില്ല ബിൽ ഹദസി എന്നും പറഞ്ഞിട്ടുണ്ട്. ഹദസ് അശുദ്ധി ഉണ്ടായി, അങ്ങനെയാണ്. വുളു ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വീണ്ടും എന്തായിട്ടുണ്ട്, പിന്നെ ഗ്യാസ്, അങ്ങനെയൊക്കെ വരുമല്ലോ. അങ്ങനെ വുളു മുറിഞ്ഞു. അപ്പൊ ഈ 2 റക്അത്തിൽ ഇനി എന്താണ് ഓതേണ്ടത്, അവിടെയാണ് മനസ്സിലാക്കാനുള്ളത്. വല്ല ഇഷ്കാലുകളോ വല്ല മോശമായ ചിന്താഗതികളോ ഒക്കെ ഒഴിവാവാനും വേണ്ടി, അതുപോലെ തന്നെ നിൽക്കുന്നിടത്ത് നേരെ ചൊവ്വെ നിൽക്കാനും വേണ്ടി, ആ പ്രവാചക സ്നേഹവും ഇഷ്കും മനസ്സിൽ ഊട്ടിയുറപ്പിക്കാനും വേണ്ടിയിട്ട്, ആ പ്രവാചകനുമായിട്ട് നാം എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത് എന്നും, ആ പ്രവാചകനോട് ദുആ ചെയ്യാനും മറ്റും പറയുന്നതിലുള്ള തെറ്റുണ്ടോ, അങ്ങനെ കടന്നുകയറ്റത്തെ ചിന്ത വരുന്നത് അത് തക്കബുറിന്റെ വശം കൂടിയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ മുക്തമാവാനും ഒക്കെയുള്ള ഒരു മരുന്നും കൂടിയാണ് ആ 2 റക്അത്തിൽ ഓതേണ്ടുന്ന സൂറത്തിന്റെ തുടക്കം. ഞാൻ അങ്ങ് പറയാം, അതിൽ കിതാബിലുണ്ട്, നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ കഴിയും. സൂറത്തുൽ ബഖറയിലൊക്കെ, അല്ല മാഇദയിൽ. വയഖറഉ നദബൻ, സുന്നത്തായിട്ട് ഓതണം ഫി ഊലാ റക്അത്തൈഹി, ഈ 2 റക്അത്തിന്റെ 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ റക്അത്തിൽ ബഅദൽ ഫാത്തിഹത്തി, ഫാത്തിഹയ്ക്ക് ശേഷം ഏത് സൂറത്ത് ഓതണം? വലു അന്നകും ഇദ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറു. നമ്മൾ പറഞ്ഞല്ലേ, അവര് നിങ്ങളുടെ അടുക്കൽ വന്നാൽ പൊറുക്കലിനെ തേടി പറഞ്ഞാൽ പ്രവാചകൻ പൊറുക്കലിനെ തേടുന്നു എന്ന് പറഞ്ഞില്ല. അപ്പൊ പ്രവാചകനോട് ദുആ ചെയ്യിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കോലാഹലങ്ങളൊന്നും സൃഷ്ടിക്കണ്ട. അങ്ങനെ വരുന്ന മോശം ചിന്താഗതികളിൽ നിന്നൊക്കെ മുക്തമായ നല്ല മനസ്സും നല്ല ശക്തിയും കിട്ടാനാണ് ഈ ആയത്തുകളൊക്കെ ഓതിയിട്ട് ഈ റക്അത്ത് നിസ്കരിക്കണം എന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. റഹീമ വരെ ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു എന്ന് തുടങ്ങുന്ന ആയത്ത് ഇലാ റഹീമ കാണാം. അപ്പൊ റഹീമ വരെ അതും ഓതുക. അപ്പൊ രണ്ടും റഹീമ. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് പൊതിയണം, ആ അനുഗ്രഹത്തിൽ നിലകൃതിയാവണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് വുളൂ എന്ന മഹത്തായ ഇബാദത്തിന്റെ ശേഷം പ്രാർത്ഥന നിർവഹിച്ചു, അതിനുശേഷം 2 റക്അത്ത് നിസ്കരിച്ചു. അപ്പോ മുഴുവൻ ടൈമും ഒരു മുഅ്മിനിന്റെ ബന്ധം എന്താണ്, അള്ളാഹുലേക്കുള്ള ഇബാദത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറയുന്ന ആശയാദർശത്തിന്റെ ഉള്ളിൽ നിൽക്കാൻ നമുക്ക് കഴിയുന്നു എന്നും കൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ, പഠിക്കാൻ കഴിയും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി വഫായിദത്തുൻ എന്ന് പറഞ്ഞ് മറ്റൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.